ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യക്ക് മേലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടും ചൈനയേക്കാൾ ഉയർന്ന തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തിക്കൊണ്ടും US പ്രസിഡന്റ് 25 വർഷത്തെ നയതന്ത്രം പരാജയപ്പെടുത്തിയെന്ന് ദി എക്കണോമിസ്റ്റ് വാദിച്ചു. ഇന്ത്യയോട് ഇനി പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെതിരെ ദിനംപ്രതി വിമർശനങ്ങളാണ് അമേരിക്കയിൽ നിന്നും ഉയർന്നു വരുന്നത്. ട്രംപിന്റെ നിലപാടുകൾ മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യയെ കൂടുതൽ അടുപ്പിക്കുന്നുമുണ്ട്. അത് US-ലെ ജനങ്ങളെയും അവിടുത്തെ അന്തരീക്ഷത്തെയും കൂടുതൽ ബാധിക്കുന്നുമുണ്ട്. US-ഉമായുള്ള ബന്ധത്തിന്റെ മാന്ദ്യത്തിനിടയിൽ 50% താരിഫ് നേരിടുന്ന ഇന്ത്യ ഒരേ സമയം അപമാനിതരാക്കപ്പെടുകയും ന്യായീകരിക്കപ്പെടുകയും ഒരു നിർണായക പരീക്ഷണത്തെ നേരിടുകയും ചെയ്യുന്നുവെന്ന് UK ആസ്ഥാനമായുള്ള മാഗസിൻ ഇന്ത്യയുടെ അടുത്ത നീക്കം എന്ന തലക്കെട്ടോടെ ഓഗസ്റ്റ് 29 പതിപ്പിൽ പരാമർശിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ഇന്ത്യയുടെ ദുരവസ്ഥ അതാണ്. മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് ശേഷം പാകിസ്ഥാനെ ആലിംഗനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 25 വർഷത്തെ നയതന്ത്രം തകർത്തു. ഇപ്പോൾ ചൈനയേക്കാൾ ഉയർന്ന തീരുവകൾക്ക് ഇന്ത്യയെ ഒറ്റപ്പെടുത്തി. ദി ഇക്കണോമിക്സ് ലേഖനം വ്യക്തമാക്കിയതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ തുടർച്ചയായി വാങ്ങുന്നതിന് ഇന്ത്യയെ ട്രംപ് ഭരണകൂടം സമീപ ആഴ്ചകളിൽ വിമർശിച്ചിരുന്നു. ഉക്രൈനിലെ മോസ്കോയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്ന ഒരു വരുമാന സ്രോതസ്സാണ് ഈ വരുമാന സ്രോതസ്സെന്ന് വൈറ്റ് ഹൗസ് വാദിക്കുന്നുണ്ട്. ശുദ്ധീകരിച്ച് റഷ്യൻ ക്രൂഡിന്റെ വിൽപ്പനയിലൂടെ ഇന്ത്യ ലാഭം കൊയ്യുന്നതായും US ഉദ്യോഗസ്ഥർ ആരോപിച്ചു. ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ സ്തംഭിച്ചതും ബന്ധങ്ങളിൽ പിരിമുറുക്കമുണ്ടാക്കി. കാർഷിക പാലുൽപ്പന്ന വിപണികളിൽ US-ന് വിശാലമായ പ്രവേശനം അനുവദിക്കാത്തതിലുള്ള ഇന്ത്യയുടെ കർക്കശ നിലപാട് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചു. വർഷങ്ങളായി നയതന്ത്രപരമായ മരവിപ്പ് അനുഭവപ്പെട്ട US-ഉം പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ പുനരുജ്ജീവനം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ 2 മാസത്തിനിടെ 2 തവണ വാഷിംഗ്ടൺ സന്ദർശിച്ചു. അതിൽ ട്രംപുമായുള്ള സ്വകാര്യ ഉച്ചഭക്ഷണ കൂടിക്കാഴ്ചയും ഉൾപ്പെടുന്നു. ഇസ്ലാമാബാദുമായി ക്രിപ്റ്റോ കറൻസി പങ്കാളിത്തവും പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കുന്നതിനുമായി മറ്റൊന്നും ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണിത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമേ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുള്ളൂ. ഇന്ത്യയെ അകറ്റി നിർത്തിയത് അമേരിക്കയ്ക്ക് ഒരു ഗുരുതരമായ തെറ്റായിരുന്നുവെന്നും ഒരു സൂപ്പർ പവർ ഇൻ വെയിറ്റിംഗ് എന്ന ഇന്ത്യയുടെ അവകാശവാദത്തിന് നേരെയുള്ള ഒരു പരീക്ഷണമാണിതെന്നും ദി ഇക്കണോമിക്സ് ഊന്നി പറഞ്ഞു. അമേരിക്ക ഇന്ത്യയെ അകറ്റി നിർത്തുന്നത് ഗുരുതരമായ തെറ്റാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അവസരത്തിന്റെ ഒരു നിമിഷമാണ്. ഒരു വൻ ശക്തി എന്ന അവകാശവാദത്തിന്റെ നിർവചന പരീക്ഷണം ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധത്തിലെ കേടുപാടുകൾ പരിമിതപ്പെടുത്താൻ നരേന്ദ്രമോദി ശ്രമിക്കണം, മാഗസിൻ വ്യക്തമാക്കി. US ഭീഷണികൾക്ക് വഴങ്ങാൻ ഇന്ത്യ വിസമ്മതിക്കുകയും BRICS SCO പോലുള്ള ബഹുരാഷ്ട്ര വേദികളിൽ ഇടപെടൽ ശക്തമാക്കുകയും ചെയ്തതോടെ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എങ്ങനെ പ്രതികരിക്കുമെന്ന് ട്രംപിന് ചിന്തിച്ചിട്ടുണ്ടാകില്ലെന്ന് ദി ഇക്കണോമിക്സ് അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ചൈനയിൽ വെച്ച് ഷീ ജിൻപിങ്ങിനെ കണ്ടത് ശരിയാണ്. ഇന്ത്യയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് അടുത്ത ദശകത്തിൽ കൂടുതൽ അടുത്ത വ്യാപാര ബന്ധങ്ങൾ ആവശ്യമായി വരും. അതുപോലെ തന്നെ അമേരിക്കൻ സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. മറ്റെവിടെയെങ്കിലും പുതിയ വ്യാപാര കരാറുകൾ തേടാനും അദ്ദേഹം ശ്രമിക്കണം, ദി ഇക്കണോമിക്സ് ഊന്നി പറഞ്ഞു. ബീജിംഗുമായുള്ള ന്യൂഡൽഹിയുടെ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദി ഓഗസ്റ്റ് 31 ചൈനയിലെ ടിയാൻജിനിലേക്ക് SCO നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.